ലൈംഗിക ആരോപണ കേസുകൾ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ വിമർശനവുമായി പരാതിക്കാരി. അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ലാതാകുന്നുവെന്ന്, തന്റെ സ്വകാര്യത ഇല്ലാതാക്കുന്നുവെന്നുമാണ് പരാതി. മുകേഷിനും ഇടവേള ബാബുവിനും അടക്കം 7 പേർക്കെതിരെ പരാതി നൽകിയ നടിയുടേതാണ് ആരോപണം. സംഘത്തിലെ വിശ്വാസമില്ലെന്നല്ല, അവരെല്ലാം നല്ല ആക്റ്റീവ് ഉദ്യോഗസ്ഥർ തന്നെയാണ്. പക്ഷെ അവർക്ക് എന്തോ എവിടുന്നോ സമ്മർദ്ദമുണ്ടായിരിക്കുന്നു. കാരണം മുകേഷിന് ജാമ്യം കിട്ടിയപ്പോൾ അത് സ്വാഭാവികമാണ്, ജാമ്യം കിട്ടും, എല്ലാവർക്കും ജാമ്യം കിട്ടും. പക്ഷെ ജാമ്യം കിട്ടിയെന്ന് വെച്ചാൽ അവർ ഒരിക്കലും അത് കുറ്റവിമുക്തനാകുന്നില്ല. അവർ ശരിക്കും കോടതി കേസിന്റെ മെരിറ്റിലോട്ട് കടക്കുന്നതേ ഉള്ളൂ. ഇനി ഇത് കഴിഞ്ഞ് തെളിവുകൾ കൊടുക്കണം പോലീസുകാർ, അത് കഴിഞ്ഞിട്ട് വിചാരണയുണ്ട് അല്ലേ. അപ്പം ഈ ഒരു അപ്പീലിന് പോകണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവർക്ക് സെഷൻസ് കോടതിയിൽ നിന്നാണ് അവർക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് അവർ ഹൈക്കോടതിയിൽ അപ്പീൽ പോകണില്ല? അപ്പൊ പോകാതിരുന്നപ്പോഴാണ് എനിക്കൊരു വിശ്വാസക്കുറവും എനിക്ക് വന്നത്. കാരണം അവരെന്തുകൊണ്ട് പോകണില്ല, അവരെ ആരാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അവർക്ക് എവിടെ നിന്നാണ് സമ്മർദ്ദം? ഇതാണ് എനിക്ക് ഉണ്ടായത്, വിഷമം ഉണ്ടായത്. മുകേഷിന്റെ കാര്യത്തിൽ തന്നെ ഒരു വാട്സപ്പിന്റെ ഏതോ ഒരു വാട്സപ്പ്, ഒരു കാര്യമില്ലാത്ത, ഒരു സീരിയസ്നെസ്സും ഇല്ലാത്ത ഒരു വാട്സപ്പിന്റെ ഒക്കെ എടുത്തിട്ടാണ് പറയുന്നത്. ഇപ്പൊ ഞങ്ങളുടെ ശരിക്കും അദ്ദേഹം എന്നെ മരട് എന്ന ഫ്ളാറ്റിൽ അയാളുടെ സ്വന്തം വില്ലയിൽ എന്നെ കൊണ്ടുപോയി പ്രലോഭിച്ച് മെമ്പർഷിപ്പ് തരാമെന്ന് പറഞ്ഞ് പ്രലോഭിച്ച് എന്നെ പുള്ളിയുടെ ഫ്ളാറ്റിൽ കൊണ്ടുപോയി. അവിടെ പോയിട്ട് കൺസെന്റ് ഇല്ലാതെ നമ്മളെ അബ്യൂസ് ചെയ്തിട്ട് പിന്നെ രാത്രിയാകുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്ക് തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോ. ഞാനൊരു ആർട്ടിസ്റ്റാണ്, നമ്മൾ ചുമ്മാ നാണക്കെടാൻ നമ്മൾ ആൾക്കാർ ഓടിക്കൂടും, എന്താ പ്രശ്നം? അപ്പൊ നമുക്കത്, എനിക്ക് അന്ന് 2 കുട്ടികളുണ്ട്, 2 സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, അവരുടെ എഡ്യൂക്കേഷനെ ബാധിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ പറഞ്ഞു, എന്നെ തിരിച്ച് എന്നെ എവിടെ കയറ്റി അവിടെ കൊണ്ടുവിടാൻ പറഞ്ഞു. പക്ഷെ ആൾക്കാർ അതിനൊക്കെയാണ് മുൻതൂക്കം കൊടുക്കുന്നത്. പക്ഷെ എനിക്ക് ഇവിടെ അതായത് ഞങ്ങളുടെ മ്യൂച്വൽ ആക്കുവാണ് ഇന്നിപ്പോൾ ആൾക്കാർ ചെയ്യുന്നത്. അത് ഒരിക്കലും പറ്റത്തില്ല. ഞാൻ തീർച്ചയായിട്ടും തനിയെ തന്നെ ഞാൻ ഇൻഡിവിജ്വലായിട്ട് ഞാൻ അപ്പീലിന് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം പീഡനം എപ്പോഴും ക്രൈം തന്നെയാണ്. അത് പാവപ്പെട്ടവനായാലും ശരി, മുതലാളിയായാലും ശരി, ക്രൈം തന്നെയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുക തന്നെ വേണം, ഉപ്പ് തിന്നുന്നതും വെള്ളം കുടിക്കുക തന്നെ വേണം എന്നാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. മുകേഷിന്റെ സൈഡിൽ നിന്ന് മുകേഷ് അത് മ്യൂച്വൽ ആക്കുക, പീഡനം അല്ലായിരുന്നു, മ്യൂച്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പം ബ്ലാക്ക് മെയിലിംഗ് എന്നൊക്കെ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യാനാണെങ്കിൽ ഞാൻ ഫിലിം ഫീൽഡിലുള്ള ആളാണ്. ഇപ്പം ഞാൻ ഓപ്പണായിട്ട് തന്നെ സംസാരിക്കുകയാണ്. നമ്മൾ അതായത് ഒരു 15 വർഷം മുമ്പ് നോക്കുക. അപ്പൊ അന്ന് കുറെ പ്രൊഡ്യൂസർമാരൊക്കെ പറയുവാണ്, ഞാൻ മിനുവിനൊരു ഫ്ലാറ്റ് എടുത്തുതരാം, മിനുവിനൊരു കാർ എടുത്തുതരാം, എന്റെ കീപ്പായിട്ടിരിക്കാൻ പറ്റും. പക്ഷെ അന്നൊന്നും നമുക്ക് നമ്മുടേതായ അഭിമാനവും ഡിഗ്നിറ്റിയും പേഴ്സണാലിറ്റിയും ഇല്ലേ. അപ്പൊ അതിനൊന്നും നമ്മൾ സമ്മതിച്ചില്ല. അപ്പൊ നമുക്ക് അങ്ങനെ കാശിനായിരുന്നെങ്കിൽ നമുക്ക് അന്ന് ഈസി മേക്കിംഗ് മണി, ഒത്തിരി ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ട്. അപ്പോഴൊന്നും മനസ്സിലാക്കണം. ആ പീഡനം നടന്നിട്ട് പോലും ഞാൻ അദ്ദേഹത്തെ പിന്നെ കാണാൻ പോയിട്ടില്ല. പിന്നെ അതിനുശേഷം പുള്ളിക്കാരൻ ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിന്റെ കെയറോഫിൽ പുള്ളിക്കാരന് ജാമ്യം കൊടുത്തതിൽ എനിക്ക് പ്രതിഷേധമുണ്ട്. പുള്ളിക്കാരൻ ഇന്ന് വരെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുകയോ കസ്റ്റഡിയിൽ എടുത്ത് ക്വസ്റ്റ്യനും ചെയ്തിട്ടില്ല. അപ്പം കൊല്ലത്ത് തന്നെ ആൾക്കാരെല്ലാം പ്രതികരിച്ചു പുള്ളിക്കാരനെതിരെ. പക്ഷെ ആരാണ് പുള്ളിക്കാരനെ സംരക്ഷിക്കുന്നത് ഇപ്പോഴും? ഡാനി ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ നൽകും. ഡാനി, ഇതിപ്പോൾ അന്വേഷണ സംഘത്തിൽ വിശ്വാസം ഇല്ലാതാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് പരാതിക്കാരി പറയുന്നത്? ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് നിയമപരമായി നീങ്ങാൻ ആലോചിക്കുന്നുണ്ടോ? അവർ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ആലോചിക്കുന്നത്. സ്വന്തം നിലയിൽ തന്നെ അവർ മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിക്കുന്നു. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായി പറയുന്നത് ഈ മുകേഷിനും മറ്റും നൽകിയ ഇപ്പോൾ മുൻകൂർ ജാമ്യമടക്കം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെ എന്തുകൊണ്ടാണ് അപ്പീലടക്കം പോകാനായിട്ട് സർക്കാർ മടിക്കുന്നത്? ഈ രീതിയിൽ മുകേഷിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്കടക്കമാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ തനിക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. ഈ സർക്കാർ അടക്കം ഇരകൾക്കൊപ്പമാണ് നിൽക്കേണ്ടത്. ഈ SIT അന്വേഷണ ഏജൻസിയെ സ്വതന്ത്രമായി വിടണം. അവർക്ക് മുകളിൽ സമ്മർദ്ദമുണ്ട്. അവർ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അവരെ അനുവദിക്കുന്നില്ല എന്നാണ് തനിക്ക് മനസ്സിലാകുന്നത്. മുകേഷിന് അടക്കം ഈ മറ്റുള്ളവർക്കടക്കം ജാമ്യം ലഭിക്കാനിടയായ ഒരു സാഹചര്യം, ഇത് പരസ്പരം ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ഇതെല്ലാം നടന്നതെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം എല്ലാവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. മുകേഷ് അടക്കം അത് തന്നെയാണ് ശ്രമിക്കുന്നത്. പല കാര്യങ്ങളും വാട്സപ്പ് ചാറ്റുകളും എല്ലാം അതിനുവേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല സത്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇങ്ങനെ വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം, അതിന്റെ ഭാഗമായി പലരും അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ പലരും അതിന് കൂട്ടുനിൽക്കുന്നതായാണ് തനിക്ക് തോന്നിയിട്ടുള്ളതായാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഒരു വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. ഇനി കോടതി മാത്രമാണ് തനിക്ക് ആശ്രയമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കോടതിയിലേക്ക് പോകാനടക്കം
അടക്കം തീരുമാനിച്ചിട്ടുള്ളത്. ഈ രീതിയിലേക്ക് ഒരു അപ്പീൽ നൽകാൻ അടക്കമുള്ളൊരു സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൂടി ഈ തുറന്നു പറച്ചിലുകൾ അല്ലെങ്കിൽ പരാതി നൽകാൻ സന്നദ്ധരായിട്ടുള്ളവർ അവർക്ക് കൂടി ഇതിൽ പിന്നാക്കം പോകേണ്ടി വരും. അവർക്ക് കൂടി വിശ്വാസമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് അടക്കം കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്യും. അതുകൊണ്ട് ഇരകളെയാണ്, അവരുടെ ഭാഗത്താണ് എല്ലാ സംവിധാനവും ഉറച്ചു നിൽക്കേണ്ടത്, പരാതിക്കാരൊപ്പം ആണ് നിൽക്കേണ്ടത്. അങ്ങനെയുള്ളൊരു അവസ്ഥ അവരെ വിശ്വാസത്തിലെടുക്കാൻ തന്നെ എല്ലാ കാര്യങ്ങളും തയ്യാറാകണം. ഇപ്പോൾ വന്നിരിക്കുന്നത് മുകേഷിന് ജാമ്യം ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ പരാതി പറഞ്ഞിട്ടുള്ള പലർക്കും ഈ ജാമ്യം നൽകുന്നൊരവസ്ഥയിലേക്ക് അടക്കം കാര്യങ്ങൾ പോകുന്നത്. അത് വേണ്ട വിധത്തിൽ ഏകോപനമില്ലാതെ പോകുന്നതുകൊണ്ട് മാത്രമാണ് ഇത് സംഭവിക്കുന്നതെന്ന് അവർ പറയുകയും ചെയ്യുന്നു. അപ്പോൾ തനിക്ക് വിശ്വാസമുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല. മറ്റിരകൾക്കും ഇതുപോലെ തന്നെ എല്ലാം തന്നെ സംഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അന്വേഷണ ഏജൻസിയെ സ്വതന്ത്രമായി വിടേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. അതിന് തക്ക സംവിധാനങ്ങളാണ് ഉണ്ടാകേണ്ടതെന്ന് അവർ പറയുകയും ചെയ്യുന്നു. താൻ ഏതായാലും സ്വന്തം നിലയ്ക്ക് ഇതിൽ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നതായി അവർ പറയുന്നു. അഭിഭാഷകരെ അടക്കം അതിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. തനിക്ക് തന്റെ ഭാഗം, തന്റെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ മുൻകൂർ ജാമ്യം എന്ന് പറയുന്നത് അവർ കുറ്റവാളികളല്ല എന്ന് ആരും തന്നെ പറയുന്നില്ല. പക്ഷെ അങ്ങനെ ചിത്രീകരിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. പലരും തന്നെ ശ്രമിക്കുന്നത് ആ രീതിയിലാണ് ശ്രമിക്കുന്നത്. പക്ഷെ അങ്ങനെ കാണേണ്ടതില്ല. ഇതിന് നിയമ പോരാട്ടം താൻ സ്വന്തം നിലയിൽ തുടരാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇനി വിശ്വാസം കോടതികളിലാണെന്നാണ് എറണാകുളത്തെ ഈ പരാതിക്കാരി പറയുന്നത്. തീർച്ചയായും ഡാനി ഇപ്പോഴാണ് വിവരങ്ങൾ നൽകുന്നത്. ഡാനി തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ചോദിച്ചറിയേണ്ടതുണ്ട്. മറ്റൊരു